ഹായ്, അപ്പോൾ നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് എങ്ങനെ റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്നതാണ്. എനിക്ക് നല്ല ജലദോഷമുണ്ട്, പുറത്ത് നല്ല നോയ്സും ഉണ്ട്. മഴ പെയ്തതുകൊണ്ട് ഈ ചെവിടൊക്കെ കിടന്ന് നന്നായിട്ട് കാറുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരുന്നത് പ്രിട്ടി നട്ടിയുടെ സൺ ഡ്രൈഡ് റോസ്മേരി ലീവ്സാണ്. ഇത് ഓർഗാനിക്കാണ്, നാച്ചുറലാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ മേടിച്ചപ്പോൾ 248 രൂപയ്ക്ക് 2 ബോട്ടിൽ എനിക്ക് കിട്ടി. ഇതിൽ 299 കൊടുത്തേക്കുന്നത്. നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്ത് നല്ലതാണോ, ക്വാളിറ്റി ഉള്ളതാണോ എന്ന് നോക്കാം. ഓക്കെ, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ നല്ല ക്ലീൻ ആയിട്ടുള്ള പാത്രം എടുത്തു. നമ്മുടെ ഡ്രൈ ലീവ്സ് 2 സ്പൂണാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. പിന്നെ 1 സ്പൂൺ ഉലുവ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് നല്ല വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. 1 കപ്പ് ആഡ് ചെയ്താലും ഇത് വറ്റി വെള്ളം നന്നായിട്ട് കുറഞ്ഞു വരും. അപ്പോൾ ഇത് നമുക്ക് തിളപ്പിക്കണം. അതിനായിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തു. അപ്പോൾ ഈ റോസ്മേരിയുടെ വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ച് ഇത് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് 10 മിനിറ്റ് എടുത്ത് നന്നായിട്ട് തിളപ്പിക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ തന്നെ കളറ് മാറിയിട്ടുണ്ട്. തിള വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ തീ കുറച്ച് വെക്കണം. എന്നിട്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ ഫോണിൽ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മഴയൊക്കെ ഒന്ന് ആസ്വദിക്കാമല്ലോ എന്ന് ഓർത്ത് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയപ്പോൾ മഴയൊക്കെ പോയി, മഴയൊക്കെ കുറഞ്ഞു. ഇപ്പോൾ ഞാൻ ഈ വോയിസ് എടുക്കുമ്പോൾ മഴ പെയ്യുന്നുണ്ട്. തിരിച്ചു വന്ന് നോക്കിയപ്പോൾ 4 മിനിറ്റ് ആയതേ ഉള്ളൂ. വെള്ളമാണെങ്കിൽ പാതി വറ്റിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ നോക്കി നിൽക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെയും പുറത്തേക്ക് ഇറങ്ങി. ഇത് റംബൂട്ടാനാണ്. റംബൂട്ടാൻ ഇവിടെ ആയി വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ റംബൂട്ടാനൊക്കെ നോക്കി നിന്നുകൊണ്ടിരുന്നപ്പോഴാണ് വരുന്നു ഒരു മഴ. അങ്ങനെ ഞാൻ അകത്ത് നോക്കിയപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ തന്നെ പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ചെയ്തു. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇത് വറ്റി വന്നപ്പോൾ ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് മാറിയിട്ടുണ്ട്. നല്ലൊരു മണവും വരുന്നുണ്ട്. നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റണം. അപ്പോൾ ഇത് അതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു ബോട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കുപ്പി നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. നമ്മളുണ്ടാക്കിയ റോസ്മേരി വാട്ടർ ഒരു അല്പം എടുത്ത് ഞാനൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അരിച്ചിട്ട് ഇത്രയാണ് കിട്ടിയേക്കുന്നത്. ഈ കപ്പിൽ 1 കപ്പ് വെള്ളമാണ് ഞാൻ ആദ്യം ഒഴിച്ചത്. ഇതാണ് എൻ്റെ ബാക്കി. നമുക്ക് ഈ അരിച്ചത് ഈ കുപ്പിക്കകത്തേക്ക് ഒഴിക്കാം. കൃത്യം ഈ കുപ്പിയിൽ നിറയാനുണ്ടായിരുന്നുള്ളൂ, അത്രയും നിറച്ച് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം, റോസ്മേരി വാട്ടർ. ഇത് ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന വീഡിയോ കാണിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരുമില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം അപ്ലൈ ചെയ്യുമ്പോൾ വീട്ടിലാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.